അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് വന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾ ഇതുണ്ടോന്ന് കാണിക്കാച്ചോ. ഇത് കണ്ടോ നിങ്ങൾ, ഇത് നമ്മൾ പിന്നെ ലെയർ ചെയ്ത് വെച്ചൊരു ചിക്കുമരത്തിൻ്റെ കമ്പാട്ടോ. ഇത് നമ്മളൊന്ന് തയ്യാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ പോട്ട് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സിയമ വ്ലോഗിലേക്ക് സ്വാഗതം. അത് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നല്ല കായൊക്കെ ഉള്ള ഒരു കമ്പ് തന്നെയാണ്. ഈ വേര് മൂത്ത് വന്നിട്ടാട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്താ കട്ട് ചെയ്യുന്ന അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്, അതിനോട് കട്ട് ചെയ്ത് അത്ര ക്ഷീണം പിടിക്കില്ല. അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ ഇതുണ്ടോ ലെയർ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഇതാ പൂക്കളുണ്ട്. ഈ ചിക്കുമരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്നും പൂക്കളും കായ്കളും നിറച്ചും ഉണ്ടാവും കേട്ടോ. നല്ല വലിപ്പമുള്ള കായാണ് ഇത് കണ്ടോ. ഇപ്പം അത് ഈ പൂത്ത് നിൽക്കുന്നുണ്ട്, കായുണ്ട്, പിന്നെ ചെറിയ കായുണ്ട്, വലിയ കായുണ്ട്. അപ്പം ഇതിനി നമ്മൾ പോട്ട് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. കായൊക്കെ ചിലപ്പോൾ അങ്ങ് പിന്നെ കൊഴിഞ്ഞു പോവുണ്ടാവും. കായ് ഇലയൊക്കെ കുറേ ചിലത് കൊഴിഞ്ഞു, ചിലത് അങ്ങനെ തന്നെ ഉണ്ടാവും, കാരണം വേരുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഇതുകൊണ്ട് വേര് ഇതിപ്പോൾ 30 വർഷം അധികമായി പോയി കേട്ടോ. അതിങ്ങനെ വീഡിയോ ഒന്ന് എടുത്ത് കാണിക്കണമെന്ന് വെച്ചിട്ട് നിന്ന് അധികമായി പോയാണ് ടൈം. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഉണക്കമൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാവും പിന്നെ അതുപോലെ നാരങ്ങ ഓറഞ്ചിൻ്റെ ഒക്കെ പെട്ടെന്ന് നമുക്ക് പിടിച്ചിട്ടു കേട്ടോ. ചാമ്പയ്ക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് പിടിച്ചിട്ടു. പിന്നെ മാവ് ഞാൻ വെച്ചിട്ട് വിജയിച്ചില്ല, പക്ഷേ അത് നന കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നും നനയ്ക്കാൻ പറ്റും. പുറത്ത് വേറൊരാളെ വീട്ടിലൊന്നും ചെയ്തെടുക്കുമ്പോൾ നമുക്കൊന്നും നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയതാട്ടോ മാവൊക്കെ. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് ഈ ബക്കറ്റിൽ നമ്മൾ ഇത് കണ്ടോ ചപ്പാണ് ഇട്ടെടുത്തിട്ട് അടിയിൽ. ഇത് പ്ലാവിൻ്റെ ഇലയാണ്. അതിൻ്റെ മേലെ ഇനി നമ്മൾ മണ്ണ് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചെടിക്ക് വേണ്ടി കൂട്ടിവെച്ച മണ്ണ് തന്നെയാണ്. അപ്പോൾ ആ മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലോണം മിക്സ് തന്നെ വേണ്ടി വരും. ഇങ്ങനൊക്കെ ചെയ്ത് നോക്കട്ടോ. ഇത് ലെയർ ചെയ്തെടുക്കുക വളരെ എളുപ്പമുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ലെയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കുറച്ച് മണ്ണ് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തണം. ഇതിങ്ങനെ പിടിയാച്ചു എന്നാലും അതിങ്ങനെ നിർത്തും. പിന്നെ നമ്മൾ ബാക്കി മണ്ണിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സപ്പോർട്ടും കൊടുത്തവിടെ നിർത്താം. ഒരു സപ്പോർട്ട്
നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ഇനി ഒന്ന് കയറിട്ട് കെട്ടണം കേട്ടോ. കയറ് അതും എടുക്കാൻ കിട്ടും തോന്നുന്നില്ല. വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ കെട്ടി കൊടുക്കട്ടോ. ഇനി ഇവിടെ ഇനി കെട്ടിക്കൊടുത്ത് കണ്ടോ നമ്മളെ തായുള്ള ചിക്കുമരായില്ലൊക്കെ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പമാട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ. വെച്ച് തൈകളായ ആ ചാമ്പക്കന്മാരെ കാണിച്ചെടുക്കാൻ വെച്ചോ. അത് നമ്മളങ്ങനെ ചെയ്തെടുത്തുണ്ടോ കേട്ടോ. വേറെ എടുത്തിന്ന് മഴ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മള് തണലത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. തണലത്തേക്ക് മാറ്റി മാവും ചെയ്തിച്ചക്ക് മാവ് അതല്ല മാവ് വേറെ കഴിഞ്ഞോ. അത് നനച്ചു കൊടുക്കണം. ഇതെന്നിട്ട് നല്ലോണം നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. ഇലയൊക്കെ എന്തായാലും ചിലപ്പോൾ കൊഴിഞ്ഞു പോകും. ചാമ്പക്കൻ്റെ ഇതുപോലെ വെച്ചപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു വീഴും. പിന്നെ കുറച്ച് ഇല അതിൽ നിന്നിനും പിന്നെ ബാക്കി പിന്നെ തെഴുത്ത് വന്നതാ ഇലകൾ. അപ്പോൾ ഇതിപ്പോൾ ചിലപ്പോൾ കായൊക്കെ വീണ് പോവുണ്ടാവും, ചിലപ്പോൾ വീണ് പോയിന്ന് വരികയില്ല. രണ്ടും സംഭവിക്കും തോന്നുന്നു. നല്ലോണം നനച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്താ കണ്ടില്ലേ നമ്മളെ ചിക്കുമരം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.